നമസ്കാരം. സുഭാഷിതം. സമ്പന്നതരമേവാന്നം ദരിദ്രാ ഭുങ്ക്തേ സദാ ക്ഷുത്സ്വാദുതാം ജനയതി സാ ചാഢ്യേഷു ദുർലഭാ. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ദരിദ്രരാണ്. കാരണം അവർക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും. അപ്പോൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ വളരെ സ്വാദിഷ്ടമായി മാറുന്നു. ആ വിശപ്പ്, നല്ല വിശപ്പുള്ള ആ ആളുകൾ ആ വിശപ്പിനെ, ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കാൻ സാധിക്കുന്നു വിശപ്പ് കൊണ്ട്. അതാണ് അവിടെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ദരിദ്രരാണ് എന്ന പദം ഉപയോഗിക്കാനുള്ള കാരണം. എന്നാൽ ആഢ്യന്മാർക്ക്, ഇവിടെ ആഢ്യന്മാർ ഉദ്ദേശിച്ചത് ധനാഢ്യരാണ്. കാശുള്ള, സമ്പത്തുള്ള സമ്പന്നന്മാർക്ക് വിശപ്പ് വളരെ ദുർലഭമാണ്. അവർക്ക് വളരെ സാമാന്യമായി വിശപ്പ് അവർക്കൊരിക്കലും ഉണ്ടാവില്ല. കാരണം കൃത്യമായ സമയങ്ങളിൽ അവർക്ക് ആഹാരമുണ്ടാകും. അതേപോലെ അവർക്ക് ജോലിയും കുറവാണ്. മറ്റ് ദരിദ്രരായ ആളുകൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാകുന്നു, അവർക്ക് കിട്ടുന്ന ഭക്ഷണം സ്വാദിഷ്ടമാകുന്നു. എന്നാൽ സമ്പന്നരായ ആളുകൾക്ക് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അവർക്ക് രുചി പോലും അറിയില്ല. ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിലും അവർ രുചി പോലും അറിയുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു സംഭവം എന്ന് പറയുന്ന 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നുണ്ട്. അധമന്മാര്, മധ്യമന്മാര്, ഉത്തമന്മാര്. അധമരായ ആളുകൾക്ക് അന്നത്തെ അന്നം കിട്ടാനുള്ള ആ വേവലാതിക്കുള്ള പുറപ്പാടും അതിനുള്ള വളരെയധികം പരിശ്രമമൊക്കെ ആയിരിക്കും. അന്നത്തെ അന്നം അദ്ദേഹത്തിന് വേണം. എന്നാൽ മധ്യമന്മാർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അവർ ചിന്തിക്കുന്നത് ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നാണ്. ഞാൻ എങ്ങനെ മരിക്കുമോ, ആ ഭയം, ഉള്ളിൽ എന്താണ്, മരിക്കുമോ എന്നുള്ള ഭയവും. എന്നാൽ ഉത്തമരായ ആളുകൾ, അവർക്ക് അപമാനം സംഭവിക്കരുത്, അപമാനിതരാവരുത് എന്ന ഒരു തീരുമാനം അവർക്കുള്ള. അപ്പം ഇത്തരത്തിൽ 3 വിധത്തിലുള്ള ആൾക്കാരെയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയേണ്ടത് വിശപ്പുള്ള ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം സ്വാദിഷ്ടമാകുന്നു. പിന്നെ ധനാഢ്യരായ സമ്പത്തുള്ള സമ്പന്നർക്ക് ഈ ഭക്ഷണം, അതേ ഭക്ഷണം രുചി പോലും അറിയാതെ ആണ് അവർ കഴിക്കുന്നത്. അവർക്ക് സ്വാദിഷ്ടമായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്ക് വിശപ്പില്ല. അപ്പം വിശപ്പുള്ളവനാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വാദിഷ്ടമാകുന്നത്. വിശപ്പില്ലാത്തവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വാദിഷ്ടമാകണമെന്ന് ഒരിക്കലും തരപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്തേ.